ശിവായ ഒന്നുമ. ഭഗവാനെ നമ്മൾ ദേവലോകത്തു നിന്ന് ആവാഹിച്ച് വെച്ച് നമ്മുടെ ദുരിതങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഭഗവാന്റെ ഭാഗത്തിൽ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയായിട്ട് ഭഗവാനിലെത്തിച്ച് നമ്മുടെ ആ ഒരു കർമ്മം ഏകദേശം നമ്മൾ പരിസമാപ്തി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭഗവാനെ തിരിച്ച് ദേവലോകത്തൊന്നും ആവാഹിച്ച് വെച്ച് പൂജകൾ കൊടുത്താൽ മാത്രം പോരല്ലോ, ഭഗവാനെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളുക. നമുക്ക് അടുത്ത ആഴ്ചയിൽ ഈ കർമ്മം ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ ആഴ്ച ചെയ്ത് ഈ ആഴ്ച കൊണ്ട് മുടക്കാൻ പാടില്ല. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. സ്ഥിരമായിട്ട് നമ്മൾ 5 ആഴ്ച 21 ആഴ്ച നമുക്ക് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്, 28 ആഴ്ച ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് ഫലം കിട്ടിയെന്ന് വിളിച്ച് പറയുകയുണ്ടായി. എല്ലാം ഭഗവാന്റെ നിഗ്രഹം കൊണ്ടാണ്, എൻ്റെ കഴിവൊന്നുമല്ല കേട്ടോ. നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെ ഞാൻ വലിയ മഹാമാന്ത്രികനോ അല്ലെങ്കിൽ മഹാ കഴിവുള്ള ആളോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പൂജകൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഭഗവാനെ അഭ്യർത്ഥിച്ചുകൊള്ളുക. ഭഗവാനെ തിരിച്ച് ദേവലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. ഓം നമഃ ശിവായ.